നെക്സ്റ്റ് ആണ് ടൈം ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ ഓർ സ്റ്റഡി സ്റ്റേറ്റ് ഇക്വേഷൻ എന്ന് പറയും. അതിൽ ഫസ്റ്റ് നമ്മൾ എന്താ വൺ ഡയമെൻഷൻ വേവ് ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. വൺ ഡയമെൻഷൻ വേവ് ഫംഗ്ഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. സൈൻ എക്സ് എ റേസ് ടു ഇ ടി മൈനസ് ബൈ എച്ച് ക്രോസ് ഇ റേസ് ടു മൈനസ് പി എക്സ് ബൈ എച്ച് ക്രോസ് ആണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഈ എ ഇ റേസ് ടു ഇ എച്ച് ക്രോസ് ബൈ ഇ ടി എച്ചിന് പകരം നമ്മൾ എന്ത് ചെയ്യാണ്, സൈ ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് സൈ ഓഫ് എക്സിൻ്റെ വാല്യൂ. സൈ ഓഫ് എക്സ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇ റേസ് ടു മൈനസ് ഇ ടി ബൈ എച്ച് ക്രോസ് ആണ്. വൺ ഡയമെൻഷൻ വേവ് ഫംഗ്ഷൻ ആണിത്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താവും, സൈ ഓഫ് എക്സ് ടി ഈക്വൽ ടു സൈ ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ഐ പി എക്സ് ബൈ എച്ച് ക്രോസ് ആവും. അപ്പോൾ ഇതാണ് നമ്മൾ ഇക്വേഷൻ വരുന്നത്. ഇവിടെ എന്ത് ചെയ്യുക, നമുക്കിതിന് പൊസിഷൻ ഈസ് എന്താണ് ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ ആയത്, പൊസിഷൻ ഡിപ്പെൻഡൻ്റ് അല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്ത് വെച്ചിട്ടാണ് വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഡിഫറൻഷ്യേറ്റ് ചെയ്യും വിത്ത് റെസ്പെക്ട് ടു ടി. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ എന്ത് ചെയ്യാണ്, ഇക്വേഷൻ നമ്പർ 6 കൊടുക്കുക കേട്ടോ. അതിന് ഇക്വേഷൻ നമ്പർ 6 ആണ്. ഇക്വേഷൻ നമ്പർ 6 കൊടുത്തു. നമ്മൾ എന്ത് ചെയ്യുക, ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്ത് ചെയ്യുക, ഡോ സൈ ബൈ ഡോ ടി ഈക്വൽ ടു സൈ ഓഫ് എക്സ് കോൺസ്റ്റൻ്റ് ആണ് ഇ റേസ് ടു മൈനസ് ഐ പി എക്സ് ബൈ എച്ച് ക്രോസ്. ദെൻ എന്താണ് വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ട് നമുക്ക് എന്താ ഉള്ളത്, ഇവിടെ ഇതല്ല പി എക്സ് അല്ല, നമ്മൾ നേരത്തെ ഇത് ഇക്വേഷനിൽ ഇവിടെ പി എക്സ് ആട്ടോ. അതായത് സൈ ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്, സൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇറേസ് ആയി പി എക്സ് ബൈ എച്ച് ക്രോസ്. നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറും, സൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇറേസ് ടു, നമ്മൾ സൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇറേസ് ടു മൈനസ് ഐ ഇ ടി ബൈ എച്ച് ക്രോസ് ഇറേസ് ആയി പി എക്സ് ബൈ എച്ച് ക്രോസ് ആണ് നമ്മളതിൽ ഇക്വേഷൻ. അതാണ് വേവ് ഫംഗ്ഷൻ ഇക്വേഷൻ. ഇവിടെ സൈ ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ് ഇ റേസ് ഐ പി എക്സ് ബൈ എച്ച് ക്രോസോ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ മാറും, സൈ ഓഫ് എക്സ് ടി ഈക്വൽ ടു സൈ ഓഫ് എക്സ് ഇ റേസ് മൈനസ് ഇ ടി ബൈ എച്ച് ക്രോസ് ആണ് നമ്മൾ ഇക്വേഷൻ വരിക. അപ്പം ഇതെന്ത് ചെയ്യുക, പൊസിഷൻ ഇൻഡിപെൻഡൻറ്റ് ഇക്വേഷൻ ആയതുകൊണ്ട് പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി വെച്ചിട്ട് നമ്മൾ ഡിഫറൻഷ്യേറ്റ്. ഇതിന് നമ്മൾ ഇക്വേഷൻ നമ്പർ 6 മെറ്ററിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് 6 കൊടുക്കുക. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡോ സൈ ബൈ ഡോ ടി എന്ന് എഴുതുക. ഡോ സൈ ബൈ ഡോ ടി ഈക്വൽ ടു സൈ ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് ഇ ടി ബൈ എച്ച് ക്രോസ്. പിന്നെ എന്ത് ചെയ്യാണ്, ഇവിടെ വിത്ത് റെസ്പെക്ട് ടി ഉണ്ട് മൈനസ് ഐ ഇ ബൈ എച്ച് ക്രോസ് വരും. അപ്പോൾ സൈ ഓഫ് എക്സ് ബൈ ഡി ടി കിട്ടി. അതേപോലെ സൈ ഓഫ് എക്സ് ഇറസ് ബൈ ടി ബൈ എച്ച് ടി. ഇനി ഇതെന്ത് ചെയ്യുക, നമ്മളതിൽ നേരത്തെ കിട്ടിയ ഇക്വേഷൻ ഉണ്ട്, അതായത് ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ നമ്പർ 4 ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് നമ്മൾ ടൈം ഡിപ്പെൻഡൻറ്റ് ഇക്വേഷൻ ഐ എച്ച് ക്രോസ് ഡോ സൈ ബൈ ഡോ ടി ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് യു ഓഫ് സൈ. ഇതിലെന്ത് ചെയ്യുക, നമ്മൾ ഇക്വേഷൻ നമ്പർ 6 ആണ്. ഇക്വേഷൻ നമ്പർ 4 നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഡോ സൈ ബൈ ഡോ ടി പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ മാറുക. അപ്പോൾ ഡോ സൈ ബൈ ഡോ ടി പകരം മുകളിലത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഐ എച്ച് ക്രോസ് സൈ ഓഫ് എക്സ് ഇറേസ് ടു മൈനസ് ഇ ടി ബൈ എച്ച് ക്രോസ് ഇൻറ്റു ഐ മൈനസ് ഐ ഇ ബൈ എച്ച് ക്രോസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് യു സൈ. ഇതാവും നമ്മൾ ഇക്വേഷൻ. ഇനി ഇവിടെ എന്ത് ചെയ്യാണ്, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതായത് ടൈം ഡിപ്പെൻഡിൽ ഡോ എക്സ് സ്ക്വയർ ഈക്വൽ ടു നമുക്ക് കിട്ടിയത് എന്തായിരുന്നു, ഇറേസ് മൈനസ് ഇ ടി ബൈ എച്ച് ക്രോസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഇക്വേഷൻ നമ്മൾ എന്താണ് 6 കഴിഞ്ഞ് 7 കൊടുക്കുക. ഇതിന് നമ്മൾ 7 കൊടുത്തു. ഇതിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഇക്വേഷൻ നമ്പർ 8 കൊടുത്തു.
ഇത് നമ്മളെ കയ്യിൽ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇതാണ് നമ്മൾ ഒരു ഇക്വേഷൻ ഉണ്ട് നമ്മളെ കയ്യിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻസ് അതായത് 8ഉം 7ഉം എന്ത് ചെയ്യുക, ഇക്വേഷൻ 8ഉം 7ഉം ഒക്കെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇക്വേഷൻ 7ൽ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. അതായത് ഈ ഇക്വേഷനിൽ ഇതാണ്, ഇതും ഈ മുകളിൽ നമ്മൾ കിട്ടി ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇക്വേഷൻ 6 ഇല്ലേ, ഈ 6ഉം 8ഉം ഒക്കെ എന്ത് ചെയ്യുക, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഇങ്ങനെ മാറും, IH ക്രോസ് psi of x e raised to minus I e t by h ക്രോസ് ഉണ്ടാവും, മൈനസ് ഐ ഇ ബൈ എച്ച് ക്രോസ് ഉണ്ട് സിക്കട്ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ 2m. ഈ ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയറിന് പകരം എന്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെ മാറുക, ഇറ്റ് ഇസ് മൈനസ് ഇ ടി ബൈ എച്ച് ക്രോസ് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ വരും പ്ലസ് യു ഓഫ് സൈ ഇല്ലേ, യു ഓഫ് സൈക്ക് പകരം എന്ത് ചെയ്യുക, ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ 6 നമ്മൾ നേരത്തെ ഇത് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ യു ഓഫ് എന്ത് ചെയ്യാണ്, നമുക്ക് കിട്ടിയത് സൈ ഓഫ് എക്സ് ഇ റേസ് മൈനസ് ഐ ഇ ടി ബൈ എച്ച് ക്രോസിന് കൊടുക്കുക. ഇനി നമുക്ക് കിട്ടിയ ഇക്വേഷന് എന്ത് ചെയ്യാണ്, ഈ ടി ബൈ എച്ച് ക്രോസ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ബൈ ഡിവൈഡ് ചെയ്യുക. അതായത് എന്ത് ചെയ്യുക, അതായത് ഈ റേസ് ടു മൈനസ് ഐ ഇ ടി ബൈ എച്ച് ക്രോസ് വെച്ച് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറും, ഈ സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ഓഫ് എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് യു സൈ ഓഫ് എക്സ് ആയിട്ട് മാറും. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ യു സൈ ഓഫ് എക്സിനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പം എന്താവും, ഈ സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് യു സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ഓഫ് എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ ആവും. ദെൻ ഇവിടെ സൈ ഓഫ് എക്സിനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തെടുക്കുമ്പോൾ ഇ മൈനസ് യു സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ സൈ ഓഫ് എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ എച്ച് ക്രോസ് സ്ക്വയർ 2mനെ ഇപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും, 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ. ദെൻ ഇ മൈനസ് യു സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് അവിടെ ഉണ്ട്, സോ ഡോ സ്ക്വയർ സൈ ഓഫ് എക്സ് ബൈ ഡോ എക്സ് സ്ക്വയർ കൊടുക്കും. ദെൻ എന്ത് ചെയ്യുക, ഈ പാർട്ടിനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഉണ്ടാവും ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇ മൈനസ് യു സൈ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 9 കൊടുക്കുക. നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് മാറും, ഇക്വേഷൻ നമ്പർ 9. ഇതാണ് സ്ട്രോഞ്ചർ ഇക്വേഷൻ, ടൈം ഡിപ്പെൻഡൻറ്റ് സ്ട്രോഞ്ചർ ഇക്വേഷൻ. നമ്മളിപ്പോൾ 3D ഫോർമാറ്റിൽ അല്ലെങ്കിൽ നമുക്ക് ഇതിലെ ഡയമെൻഷൻ ഫോർമാറ്റിൽ എഴുതുകയാണെങ്കിൽ ഡെൽ സ്ക്വയർ സൈ ബൈ പ്ലസ് 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ എന്ത് ചെയ്യുക, ഇ മൈനസ് യു ഇൻ്റെ യു സൈ സീക്വൽ ടു 0. ഇതാണ് 3 ഡയമെൻഷൻ അല്ലെങ്കിൽ ഡയമെൻഷൻ ഫോർമാറ്റിൽ നമ്മൾ എഴുതുന്നതാണ് ടൈം ഇൻഡിപെൻഡൻറ്റ് സ്ട്രോഞ്ചർ ഇക്വേഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ സ്റ്റഡി സ്റ്റേറ്റ് ഇക്വേഷനിൽ മാറ്റുകയാണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് ഇക്വേഷനിലേക്ക് മാറ്റി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ അതായത് ഇക്വേഷൻ 9 നമ്മൾ എന്ത് ചെയ്യും, ഇക്വേഷൻ 9 നമ്മൾ എന്ത് ചെയ്യാണ്, ഈ എച്ച് ക്രോസ് സ്ക്വയർ 2m വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് നമ്മൾ. എന്താണ് എച്ച് ക്രോസ് സ്ക്വയർ 2m വെച്ചിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താവും, അതായത് 2m എച്ച് ക്രോസ് സ്ക്വയർ ഉണ്ട് ഡോ സ്ക്വയർ സൈ ബൈ ഡോ എക്സ് സ്ക്വയർ ഇൻറ്റു എന്ത് വരും, എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m വരും. അതേപോലെ 2m ബൈ എച്ച് ക്രോസ് സ്ക്വയർ ഇൻറ്റു എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m വരും. ഇ മൈനസ് യു
psi of x is equal to 0. ഇതാവും ഇക്വേഷൻ വരിക. ഇവിടെ എച്ച് ക്രോസ് സ്ക്വയർ ഈ 2m ഈ 2m ക്യാൻസൽ ചെയ്ത് പോകും. എച്ച് ക്രോസ് സ്ക്വയറും ഈ എച്ച് ക്രോസ് സ്ക്വയറും പോയാൽ ബാക്കി എന്താ ഉണ്ടാവുള്ളൂ? എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ psi ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് e മൈനസ് u psi of x is equal to 0. അപ്പോൾ ഈ ഇക്വേഷൻ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്യാണ്. അപ്പോൾ എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ psi ബൈ ഡോ എക്സ് സ്ക്വയർ, അതായത് ഇ മൈനസ് psi ഓഫ് എക്സ് മൈനസ് യു ഓഫ് psi ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0. ഇതിലെന്ത് ചെയ്യുക? ഇ ഓഫ് psi ഓഫ് എക്സിനെ ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള ടേംസിനെല്ലാം അപ്പുറത്തോടെ ഉണ്ടാവും. അപ്പോൾ ഇ ഓഫ് psi ഓഫ് എക്സ് ഇവിടെ നിർത്തും. പിന്നെ എന്ത് ചെയ്യാണ്? യു ഓഫ് psi ഓഫ് എക്സ് അങ്ങോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. പിന്നെ എന്താണ്? ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ psi ബൈ ഡോ എക്സ് സ്ക്വയർ ആവും. ഇതിലെന്ത് ചെയ്യുക? ഇവിടെ psi ഓഫ് എക്സ് ഉണ്ട്. ഇത് psi ഓഫ് എക്സിനെ കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2 ഒന്ന് റീഅറേഞ്ച് ചെയ്തേക്കാണ്, ഈ ഭാഗം ഇങ്ങോട്ടാക്കിയെന്നുള്ളൂ, പ്ലസ് ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് യു ഇൻറ്റു psi ഓഫ് എക്സ്, ഇ ഓഫ് psi ഓഫ് എക്സ്. ഇതാണ് നമ്മൾ ഇക്വേഷൻ വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കിട്ടിയ അവിടെ എന്ത് ചെയ്യുക? മൈനസ് എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2m ഡോ സ്ക്വയർ ഡോ എക്സ് സ്ക്വയർ പ്ലസ് യു, ഇതിനെന്ത് ചെയ്യുക? നമ്മൾ എച്ച് എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതെന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇക്വേഷൻ എന്താവും? എച്ച് ഇൻറ്റു യു എച്ച് ഇൻറ്റു psi ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ ഇൻറ്റു psi ഓഫ് എക്സ് ആവും. അപ്പോൾ ഈ എച്ച് നമ്മൾ പറയുന്ന പേരാണ് ഹാമിൽട്ടോൺ ഓപ്പറേറ്റർ, ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. അപ്പം ഇതാണ് ഹാമിൽട്ടോണിയൻ ഓപ്പറേറ്റർ. ഇതിൽ നമുക്ക് കിട്ടിയ എന്താണ്? സ്ട്രോഞ്ചർ ഇക്വേഷൻ എന്താണ്? ഈ ഇക്വേഷൻ 9 നമുക്ക് 9 അല്ലെങ്കിൽ ഈ 3 ഡയമെൻഷനിൽ ഈ ഇക്വേഷൻ നമുക്ക് ഇതിനെ, അതേപോലെ ഈ ഇക്വേഷൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? ടൈം ഇൻഡിപെൻഡൻറ്റ് സ്ട്രോഞ്ചർ ഇക്വേഷൻ.